ഗുഡ് ഈവനിങ് ഓൾ. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ പുതിയ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷന്റെ കൂടെ തിയററ്റിക്കൽ കോൺസെപ്റ്റിന്റെയും ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡിയുടെ ഫസ്റ്റ് ക്ലാസ് ആണെന്ന്. ഫസ്റ്റ് ക്ലാസ്സിൽ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിൽ അവർ ആഡ് ചെയ്തിട്ടുള്ള പുതിയ സിലബസിൽ ഫസ്റ്റ് മൊഡ്യൂളാണ് ലീനിയർ ഓൾജിബ്ര. ആ ഫസ്റ്റ് മൊഡ്യൂളിന്റെ ബേസിക് കോൺസെപ്റ്റ്സും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് പോളിടെക്നിക് ലെക്ചറർ, അതുപോലെ അസിസ്റ്റന്റ് പ്രൊഫസർ, അതുപോലെ വിവിധ ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റിൽ ഈ ലീനിയർ ഓൾജിബ്രയിൽ നിന്ന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സബ്ജക്റ്റിലോട്ട് കിടക്കാം. മെട്രിക്സിനെ കുറിച്ച് ഓൾറെഡി നമുക്കൊരു ബേസിക് ഐഡിയ ഉണ്ട്. എഞ്ചിനീയറിംഗിലും അതുപോലെ പ്ലസ് ടുവിലും നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു പോർഷനാണ് മെട്രിക്സ്. മെട്രിക്സ് എന്ന് പറയുന്നത് നമ്പേഴ്സിന്റെയോ അല്ലെങ്കിൽ ഫങ്ഷൻസിന്റെയോ, അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ആകാം, ലോഗരിതമിക് ആകാം, ട്രിഗണോമെട്രിക് ആകാം, എന്ത് വേണമെങ്കിലും ആകാം. കുറെ നമ്പേഴ്സിന്റെയോ അല്ലെങ്കിൽ ഫങ്ഷൻസിന്റെയോ റെക്ടാങ്കുലർ അറേഞ്ച്മെന്റ് എന്ന് പറയുന്ന പേരാണത് മെട്രിക്സ്. റെക്ടാങ്കുലർ എന്ന് പറയാൻ റീസൺ എന്താണ്? ആ എലമെന്റ്സിനെ അറേഞ്ച് ചെയ്യുന്നത് റോസും കോളംസും ആയിട്ടായിരിക്കും. ഒരു മെട്രിക്സ് എടുത്താല് അതിനകത്ത് ഹൊറിസോണ്ടലി എന്ത് കാണും? ഹൊറിസോണ്ടലി റോസ് കാണും, ഫസ്റ്റ് റോ കാണും. സിമിലർലി എന്ത് കാണും? mth റോ കാണും. ഇവിടെ ഞാൻ അസ്യൂം ചെയ്യുന്നു m നമ്പർ ഓഫ് റോസ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യുന്നു. therefore ലാസ്റ്റ് റോ എന്തായിരിക്കും? റോ m ആയിരിക്കും. സിമിലർലി ഫസ്റ്റ് കോളം 1 ന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ എത്ര കോളംസ് ഉണ്ട്? n നമ്പർ ഓഫ് കോളംസ് ഉണ്ട്. therefore റോസും കോളംസും ആയിട്ട് ഫംഗ്ഷൻസിന്റെയോ നമ്പേഴ്സിന്റെയോ പോളിനോമിയലിന്റെയോ, നമ്പേഴ്സ് കോംപ്ലക്സ് നമ്പർ ആകാം, റിയൽ നമ്പർ ആകാം, ഫംഗ്ഷൻസ് എക്സ്പോണൻഷ്യൽ, ലോഗരിതമിക്, ട്രിഗണോമെട്രിക്, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക്, എന്ത് വേണമെങ്കിലും ആകാം. പോളിനോമിയലില് ഏതെങ്കിലും വേരിയബിളിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ആ മെട്രിക്സിലെ ഒരു എലമെന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. അന്നേരം മെട്രിക്സിലെ ഓരോ എൻട്രീസിനെയും നമുക്ക് എന്ത് പറയാം? എലമെന്റ് എന്ന് പറയാം. റെക്ടാങ്കുലർ അറേഞ്ച്മെന്റ് ഓഫ് എലമെന്റ്സ് ആണെന്ത്? മെട്രിക്സ്. അന്നേരം മെട്രിക്സിന്റെ ഓർഡർ ഓഫ് ദ മെട്രിക്സ് എന്ന് പറഞ്ഞാല് നമ്പർ ഓഫ് റോസ് ഇൻറ്റു നമ്പർ ഓഫ് എന്തായിരിക്കും? നമ്പർ ഓഫ് കോളം ആയിരിക്കും. നമ്പർ ഓഫ് റോസിനെയും നമ്പർ ഓഫ് കോളത്തിനെയും m/n ഫോർമാറ്റിൽ എഴുതിയാല് അതിനെ പറയുന്ന പേരാണത് മെട്രിക്സിന്റെ ഓർഡർ. ഓർഡർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം മെട്രിക്സിന്റെ ഓൾജിബ്രൈക് ഓപ്പറേഷനില് ആ ഓർഡർ സാറ്റിസ്ഫൈ ചെയ്യേണ്ട കുറച്ച് റൂൾസ് ഉണ്ട്. അത് അറിഞ്ഞിരിക്കുക. ജനറലി ഓർഡർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മെട്രിക്സിന്റെ റെക്ടാങ്കുലർ അറേഞ്ച്മെന്റിലുള്ള നമ്പർ ഓഫ് റോസ് ഇൻറ്റു നമ്പർ ഓഫ് കോളം ആയിരിക്കും ഓർഡർ ഓഫ് ദ മെട്രിക്സ് എന്ന് പറയുന്നത്. ആ മെട്രിക്സിലെ എലമെന്റിനെ നോർമലി AIJ എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇവിടെ I എന്ന് പറയുന്നത് എന്തായിരിക്കും? റോ ആയിരിക്കും. J എന്ന് പറയുന്നത് എന്തായിരിക്കും? കോളം ആയിരിക്കും. അപ്പോൾ AIJ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ എന്താണ്? ആ മെട്രിക്സിലെ ith റോയിലെ jth കോളത്തിൽ എലമെന്റ് ആയിരിക്കും. എക്സാമ്പിള് A22 എന്ന് പറഞ്ഞാൽ എന്താണ്? എ എന്ന് പറഞ്ഞ ഒരു ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞ ഒരു മെട്രിക്സിലെ സെക്കൻഡ് റോയിലെ സെക്കൻഡ് കോളത്തിൽ എലമെന്റ് ആയിരിക്കും. therefore ആ എലമെന്റ് ഏതായിരിക്കും? ഇത് ഞാൻ പറഞ്ഞു, മെട്രിക്സിന്റെ ഡെഫിനേഷൻ പറഞ്ഞു, അറേഞ്ച്മെന്റ് ഓഫ് എലമെന്റ്സ് ഇൻ ദ ഫോം ഓഫ് റോസ് ആൻഡ് കോളംസ് ആണെന്ന് പറഞ്ഞു. ആ അറേഞ്ച്മെന്റില് ഒരു ലെങ്തും കാണും, ഒരു വിഡ്ത്തും കാണും. അതുകൊണ്ടാണ് മെട്രിക്സിന്റെ ഡെഫിനേഷനില് റെക്ടാങ്കുലർ അറേഞ്ച്മെന്റ് ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത്. ആ ലെങ്തും വിഡ്ത്തും ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാം സ്ക്വയർ മെട്രിക്സ് എന്ന് പറയാം. എന്തെന്ന് പറയാം? സ്ക്വയർ മെട്രിക്സ് എന്ന് പറയാം. എക്സാമ്പിള് ഒരു 3x3 മെട്രിക്സ് എടുത്താല് റോസും കോളംസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. therefore ഇൻ ദ ജനറൽ ഫോം n/n മെട്രിക്സ് എടുത്താല് നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആണെങ്കിൽ ആ ടൈപ്പ് ഓഫ് മെട്രിക്സിന് എന്തെന്ന് പറയാം? സ്ക്വയർ മെട്രിക്സ് എന്ന് പറയാം. നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ അല്ലെങ്കിൽ എന്തായിരിക്കും? അതൊരു റെക്ടാങ്കുലർ മെട്രിക്സ് ആയിരിക്കും. നമ്മൾ നെക്സ്റ്റ് സ്ലൈഡ്സിൽ പഠിക്കാൻ പോകുന്ന ഡിറ്റർമിനന്റ് അല്ലെങ്കിൽ ഇൻവേഴ്സ് ഓഫ് ദ മെട്രിക്സ്, അതുപോലെ അഡ്ജോയിന്റ് ഓഫ് ദ മെട്രിക്സ്, എയ്ഗൻ വാല്യൂസ് ഓഫ് ദ മെട്രിക്സ്, ആ കോൺസെപ്റ്റ് ഒക്കെ ആക്ച്വലി സ്ക്വയർ മെട്രിക്സിന് മാത്രമാണ് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. അതൊരിക്കലും ആർക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല? റെക്ടാങ്കുലർ മെട്രിക്സിന് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. therefore സ്ക്വയർ മെട്രിക്സിൽ ഓൾവേസ് നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി പ്രീവിയസ് ഇയറിൽ അവർ ചോദിച്ചിട്ടുള്ളത് ഒരു ടൈപ്പ് ഓഫ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ടൈപ്പ് ഓഫ് മെട്രിക്സില്
ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതിൽ ബേസിക് ക്ലാസിഫിക്കേഷൻ ആണ് ഒരു സിംഗിൾ റോ മാത്രമേ ഉള്ളെങ്കിൽ, ഒരു മെട്രിക്സിൽ ഒരു സിംഗിൾ റോ മാത്രമേ ഉള്ളെങ്കിൽ, എക്സാമ്പിള് ക്യാപിറ്റൽ എ എന്ന് പറയുന്ന മെട്രിക്സ് 1 2 3 ആണെങ്കിൽ ഈ മെട്രിക്സ് നോക്കുമ്പോൾ നമുക്കറിയാം അവിടെ ഒരു സിംഗിൾ റോയേ ഉള്ളൂ, പക്ഷെ അവിടെ എന്തുണ്ട്, 3 കോളംസ് ഉണ്ട്. അന്നേരം സിംഗിൾ റോ മാത്രമാണെങ്കിൽ ആ മെട്രിക്സിനെ നമുക്ക് പറയാം റോ മെട്രിക്സ് എന്ന് പറയാം. ഒരു മെട്രിക്സില് ഡയറക്ഷൻ ഉണ്ട്, അത് റെക്ടാങ്കുലർ ആയിട്ടും വെർട്ടിക്കൽ ആയിട്ടും ഹൊറിസോണ്ടലും ആയിട്ടാണ് എലമെന്റ്സിനെ അറേഞ്ച് ചെയ്യുന്നത്. ദെർഫോർ മെട്രിക്സിനെ നമുക്ക് വെക്ടർ എന്നും പറയാം. ദെർഫോർ റോ മെട്രിക്സ് അല്ലെങ്കിൽ റോ വെക്ടർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, ആ മെട്രിക്സില് ഒരു സിംഗിൾ റോ മാത്രമായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. എത്ര നമ്പർ ഓഫ് കോളംസ് വേണമെങ്കിലും ആകാം. ഓക്കെ, സ്ക്വയർ മെട്രിക്സ് ഓൾറെഡി നമ്മൾ പറഞ്ഞു, നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആണെങ്കിൽ ആ ടൈപ്പ് ഓഫ് മെട്രിക്സ് ആയിരിക്കും സ്ക്വയർ മെട്രിക്സ്. എം നോട്ട് ഈക്വൽ ടു എന്നാണെങ്കിൽ അത് എന്തായിരിക്കും, റെക്ടാങ്കുലർ മെട്രിക്സ് ആയിരിക്കും. ഇനി ട്രയാങ്കുലർ മെട്രിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ട്രയാങ്കുലർ മെട്രിക്സ്, ആ ട്രയാങ്കുലർ മെട്രിക്സിൽ തന്നെ 2 ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആൻഡ് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്. ഇത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ റീസൺ, റോ എക്ലിയൻ ഫോം നമ്മുടെ സിലബസിൽ ആഡ് ചെയ്തിട്ടുണ്ട്. റോ എക്ലിയൻ ഫോം ടു ഫൈൻഡ് ദ റാങ്ക് ഓഫ് എ മെട്രിക്സ്. അങ്ങനെ റോ എക്ലിയൻ ഫോമില് റാങ്ക് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്ന എന്താണ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, തന്നിരിക്കുന്ന മെട്രിക്സിനെ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിന്റെ ഫോമിൽ കൺവേർട്ട് ചെയ്യും. അന്നേരം അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിന്റെ ഡെഫിനിഷൻ അറിഞ്ഞാൽ മാത്രമേ ആ കൺവേർഷൻ നമുക്ക് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അന്നേരം അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിന്റെ ഡെഫിനിഷൻ എന്താണ്, ഒരു മെട്രിക്സിലെ ഡയഗണൽ എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സാമ്പിൾ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഞാൻ അസ്യൂം ചെയ്യുന്ന ഒരു 2x2 മെട്രിക്സ് ആണെന്ന്. അതിലെ എലമെന്റ്സിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, A11 A12 A21 A22 എന്ന് റെപ്രസെന്റ് ചെയ്യാം. ദെർഫോർ ഡയഗണൽ എലമെന്റ് എന്ന് പറഞ്ഞാൽ റോസും കോളമും ഈക്വൽ ആയിട്ട് വരുന്ന പൊസിഷനിലുള്ള എലമെന്റിനെ പറയുന്ന പേരാണെന്ത്, ഡയഗണൽ എലമെന്റ്. ഒന്നുകൂടെ പറയാം, റോയും കോളവും ഈക്വൽ ആയിട്ട് വരുന്ന എലമെന്റ് ഓഫ് എ മെട്രിക്സിന് നമുക്ക് എന്തെന്ന് പറയാം, ഡയഗണൽ എലമെന്റ് എന്ന് പറയാം. ദെർഫോർ ഈ മെട്രിക്സിലെ ഡയഗണൽ എലമെന്റ്സ് ആരൊക്കെ ആയിരിക്കും, അവിടെ ഒരു ഡയഗണൽ വരച്ചാൽ A11 A22 ആയിരിക്കും ആ കറസ്പോണ്ടിങ് മെട്രിക്സിലെ ഡയഗണൽ എലമെന്റ്സ്. കാരണം അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലമെന്റിന്റെ താഴെയുള്ള എല്ലാ എലമെന്റ്സും എന്തായിരിക്കും, 0 ആയിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഡയഗണൽ എലമെന്റ്സിന്റെ താഴെയുള്ള എല്ലാ എലമെന്റ്സും എന്തായിരിക്കും, 0 ആയിരിക്കും. ഇൻ ജനറൽ നമുക്ക് പറയാം Uij ഈക്വൽ ടു 0 ആയിരിക്കും വെൻ ദ റോ ഈസ് ഗ്രേറ്റർ ദാൻ ദ കോളം ആണെങ്കിൽ. റോയുടെ നമ്പർ ഗ്രേറ്റർ ദാൻ കോളത്തിന്റെ നമ്പർ ആണെങ്കിൽ ആ എലമെന്റ്സ് ഫുള്ള് 0 ആണെങ്കിൽ നമുക്ക് കിട്ടും അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്. തിരിച്ച് ഡയഗണൽ എലമെന്റിലെ മുകളിലുള്ള എലമെന്റ്സ് ഫുള്ള് 0 ആണെങ്കിൽ നമുക്ക് പറയാം ആ മെട്രിക്സ് എന്തായിരിക്കും, ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആയിരിക്കും. ദെർഫോർ നോൺ സീറോ വരുന്നത് അപ്പർ പോർഷനിലാണെങ്കിൽ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആയിരിക്കും. നോൺ സീറോ എലമെന്റ്സ് വരുന്നത് ലോവർ പോർഷനിലാണെങ്കിൽ ആ മെട്രിക്സ് എന്തായിരിക്കും, ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആയിരിക്കും. ഈ മെട്രിക്സിന് കുറെ പ്രത്യേകതകളുണ്ട്. ഒരു പ്രത്യേകത, ഒരു ലോവർ ട്രയാങ്കുലർ മെട്രിക്സിന്റെയോ അല്ലെങ്കിൽ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിന്റെയോ ഡിറ്റർമിനന്റ് ഈക്വൽ ടു, ഡിറ്റർമിനന്റ് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടില്ല എങ്കിൽ പോലും അറിഞ്ഞിരിക്കുക, ഡിറ്റർമിനന്റ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദ ഡയഗണൽ എലമെന്റ്സ് ആയിരിക്കും. എന്താണ്, അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിന്റെയോ ലോവർ ട്രയാങ്കുലർ മെട്രിക്സിന്റെയോ ഡിറ്റർമിനന്റ് ഈക്വൽ ടു എന്തായിരിക്കും, ഇവിടെ ക്യാപിറ്റൽ യു ആണ് ഇവിടുത്തെ മെട്രിക്സ്. ദെർഫോർ ഡിറ്റർമിനന്റ് ഓഫ് യു എനിക്ക് എഴുതാം, ഡിറ്റർമിനന്റ് ഓഫ് യു ഈക്വൽ ടു എന്തായിരിക്കും, പ്രോഡക്റ്റ് ഓഫ് ദ ഡയഗണൽ എലമെന്റ് ആയിരിക്കും. U11 U22 U33 എക്സെട്ര n നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് ഉണ്ടെങ്കിൽ ലാസ്റ്റ് എലമെന്റ് എന്തായിരിക്കും, UN ആയിരിക്കും. ദെർഫോർ പ്രോഡക്റ്റ് ഓഫ് ഡയഗണൽ എലമെന്റ്സ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, ആ കറസ്പോണ്ടിങ് മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കിട്ടും. അതുപോലെ വേറൊരു കോൺസെപ്റ്റ് ഉണ്ട്, ഒരു മെട്രിക്സ് ഡയഗണൽ അല്ലെങ്കിൽ അപ്പർ ട്രയാങ്കുലർ ഓർ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആണെങ്കിൽ ആ മെട്രിക്സിന്റെ ഏഗൻ വാല്യൂ ഈക്വൽ ടു എന്ത് തന്നെ ആയിരിക്കും, അതിന്റെ ഡയഗണൽ എലമെന്റ് തന്നെ ആയിരിക്കും. ഏഗൻ വാല്യൂ എന്താണെന്ന് ഞാൻ പറയാം, ജസ്റ്റ് ഓർത്തിരിക്കുക. ഒരു അപ്പർ ഓർ ലോവർ ട്രയാങ്കുലർ മെട്രിക്സിന്റെ ഏഗൻ വാല്യൂ ഈക്വൽ ടു അതിന്റെ ഡയഗണൽ എലമെന്റ് തന്നെ ആയിരിക്കും. ജസ്റ്റ് ഈ സെന്റൻസ് നമുക്കറിയാമെങ്കിൽ നമ്മൾ ഏഗൻ വാല്യൂ എന്താണെന്ന് പഠിച്ചില്ലെങ്കിൽ പോലും
എഗൻ വാല്യൂ എന്താണെന്ന് ഞാൻ പഠിച്ചില്ല എങ്കിൽ പോലും ഇപ്പം ഞാനൊരു മെട്രിക്സ് എഴുതി. ഇത് ഏത് മെട്രിക്സ് ആണ്? ഇതൊരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. ക്വസ്റ്റനിൽ അവർ ചോദിക്കുന്നു വാട്ട് ഈസ് ദ ഏഗൻ വാല്യൂ ഓഫ് ദ മെട്രിക്സ്. ഏഗൻ വാല്യൂ ഞാൻ കോൺസെപ്റ്റ് പഠിച്ചിട്ടേ ഇല്ല എങ്കിൽ പോലും എവിടെ കേട്ടിട്ടുണ്ട് ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിന്റെ ഏഗൻ വാല്യൂ എന്താണ്? ഡയഗണൽ എലമെന്റ്സ് ആണ്. ദെർഫോർ ഏഗൻ വാല്യൂ ഓപ്ഷനിൽ 1,6 ഉണ്ടെങ്കിൽ അതായിരിക്കും ആൻസർ. ഇപ്പം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, ഒരു അപ്പർ ആൻഡ് ലോവർ ട്രയാങ്കുലർ മെട്രിക്സിന്റെ ഏഗൻ വാല്യൂ ഈക്വൽ ടു ഡയഗണൽ എലമെന്റ്സ് തന്നെ ആയിരിക്കും. അതിന്റെ ഡിറ്റർമിന്റ് ഈക്വൽ ടു എന്തായിരിക്കും? പ്രൊഡക്റ്റ് ഓഫ് ദ ഡയഗണൽ എലമെന്റ്സ് ആയിരിക്കും. ഓക്കെ, ഇനി ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാല് ഡയഗണൽ എലമെന്റിൽ മാത്രം, സോറി മെയിൻ ഡയഗണലിൽ മാത്രം ഇതാണ് മെയിൻ ഡയഗണൽ അല്ലെങ്കിൽ ലീഡിംഗ് ഡയഗണൽ എന്ന് പറയാം. അവിടെ മാത്രം നോൺ സീറോ എലമെന്റ്സ് വരും. ആ ഡയഗണൽ എലമെന്റ് അല്ലാത്ത ബാക്കി എല്ലാ എലമെന്റ്സും എന്തായിരിക്കണം? സീറോ ആയിരിക്കണം. ആ ടൈപ്പ് ഓഫ് മെട്രിക്സിനെ പറയുന്ന പേരാണ് ഡയഗണൽ മെട്രിക്സ്. ഇതിനെ നമുക്ക് എങ്ങനെ പറയാം? Dij ഈക്വൽ ടു സീറോ ആയിരിക്കും വെൻ I നോട്ട് ഈക്വൽ ടു j എന്ന് പറഞ്ഞാല് റോയും കോളവും ഈക്വൽ ആണെങ്കിൽ, ഒരു എലമെന്റിന്റെ റോയും കോളവും നോട്ട് ഈക്വൽ ആണെങ്കിൽ ആ കറസ്പോണ്ടിങ് എലമെന്റ്സ് എന്തായിരിക്കും? സീറോ ആയിരിക്കും. ആ ടൈപ്പ് ഓഫ് മെട്രിക്സിനെ പറയുന്ന പേരാണ് എന്ത്? ഡയഗണൽ മെട്രിക്സ്. ആ ഡയഗണൽ മെട്രിക്സില് ഡയഗണൽ എലമെന്റ്സ് ഫുള്ള് 1 ആണെങ്കിൽ, ആ ടൈപ്പ് ഓഫ് മെട്രിക്സിന് നമുക്ക് പറയാം ഐഡന്റിറ്റി മെട്രിക്സ്. അതെന്ന് പറയാം ഐഡന്റിറ്റി മെട്രിക്സ് ആയിരിക്കും. എപ്പോഴും ഓർത്തിരിക്കുക, ഒരു ഐഡന്റിറ്റി മെട്രിക്സ് ഓൾവേസ് എന്തായിരിക്കും? ഒരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും. ഐഡന്റിറ്റി മെട്രിക്സ് എന്തായിരിക്കും? ഓൾവേസ് എ സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും. ഒരിക്കലും നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളവും നോട്ട് ഈക്വൽ ആയ ഒരു ഐഡന്റിറ്റി മെട്രിക്സ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. ഓൾവേസ് ഐഡന്റിറ്റി മെട്രിക്സിൽ ഡയഗണൽ എലമെന്റ്സ് ഫുള്ള് 1 ആയിരിക്കും, ബാക്കി എലമെന്റ്സ് സീറോ ആയിരിക്കും. ഐഡന്റിറ്റി മെട്രിക്സിനെ യൂണിറ്റ് മെട്രിക്സ് എന്നും പറയാം. കാരണം ഏതൊരു മെട്രിക്സിനെയും ഐഡന്റിറ്റി മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, നോർമലി ഐഡന്റിറ്റി മെട്രിക്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ I വെച്ചിട്ടായിരിക്കും. അന്നേരം ഏതൊരു മെട്രിക്സിനെയും I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് തന്നെ കിട്ടും? ആ സെയിം മെട്രിക്സ് തന്നെ കിട്ടും. ദെർഫോർ മെട്രിക്സിലെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഐഡന്റിറ്റി മെട്രിക്സ് ആയിരിക്കും. ഒരു നമ്പറിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? 1 ആണെന്ന് പറയും. കാരണം എന്താണ്? ഏതൊരു നമ്പറിനെയും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സെയിം നമ്പർ ആയിരിക്കും കിട്ടുന്നത്. ദെർഫോർ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ഇൻ മെട്രിക്സ് ഈക്വൽ ടു എന്തായിരിക്കും? ഐഡന്റിറ്റി മെട്രിക്സ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ലാസ്റ്റ് ഫുള്ള് ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഡൗട്ട്സ് ഉള്ളത് ഒന്നും കൂടി നോക്കാം. നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ഡയഗണൽ മെട്രിക്സ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് പ്രോപ്പർട്ടി, ഒരു ഡയഗണൽ മെട്രിക്സ് തരുന്നു. ഇവിടെ ഡയഗണൽ എന്ന് കാണിച്ചിരിക്കുന്ന ആക്ച്വലി ആ ഗിവൺ മെട്രിക്സ് ഡയഗണൽ മെട്രിക്സ് എന്നാണ്. ഡയഗണൽ മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സ് എന്താണ്? എക്സ് വൈ ഇസഡ് ആണ്. എന്ന് പറഞ്ഞാൽ അത് ഏത് ഫോർമാറ്റിലായിരിക്കും? എക്സ് 0 0 0 y 0 0 0 ഇസഡ് ഫോർമാറ്റിലായിരിക്കും. ആ മെട്രിക്സും വേറൊരു ഡയഗണൽ മെട്രിക്സ്, ആ മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സ് എന്താണ്? PQR ആണ്. Therefore P00 PQ0 0 0 R ആയിരിക്കും ആ മെട്രിക്സിന്റെ എലമെന്റ്സ്. ഈ രണ്ട് മെട്രിക്സും ആഡ് ചെയ്താൽ നമുക്കറിയാം മെട്രിക്സ് അഡിഷൻ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ടോപ്പിക് ആണ്. മെട്രിക്സ് അഡിഷൻ എങ്ങനെ കണ്ടുപിടിക്കും? കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്താൽ മതി. ഒരു മെട്രിക്സിലെ സെയിം പൊസിഷനിൽ കിടക്കുന്ന എലമെന്റും രണ്ടാമത്തെ മെട്രിക്സിലെ അതേ പൊസിഷനിൽ കിടക്കുന്ന എലമെന്റ്സും ജസ്റ്റ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മെട്രിക്സിന്റെ സമ്മ് കിട്ടും. Therefore ഈ റിസൾട്ടന്റ് മെട്രിക്സിന്റെ വാല്യൂസ് എന്തൊക്കെയായിരിക്കും? എക്സ് പ്ലസ് പി, ഫസ്റ്റ് എലമെന്റ് എക്സ് പ്ലസ് പി ആയിരിക്കും. നെക്സ്റ്റ് എലമെന്റ് 0 0 ആയിരിക്കും. ഇവിടുത്തെ നെക്സ്റ്റ് എലമെന്റ് എന്തായിരിക്കും? വൈ പ്ലസ് ക്യൂ ആയിരിക്കും. 0 പ്ലസ് 0 0 ആയിരിക്കും. ഇവിടെയും 0 പ്ലസ് 0 0 ആയിരിക്കും. ലാസ്റ്റ് എലമെന്റ് ഇസഡ് പ്ലസ് ആർ ആയിട്ട് മാറി. Therefore നമുക്ക് പറയാം ഒരു ഡയഗണൽ മെട്രിക്സ് വിത്ത് ഡയഗണൽ എലമെന്റ് 0 x y z ആൻഡ് അനദർ ഡയഗണൽ മെട്രിക്സ് വിത്ത് ഡയഗണൽ എലമെന്റ് PQR. ഇത് രണ്ടും ആഡ് ചെയ്താൽ നമുക്ക് വീണ്ടും എന്ത് കിട്ടും? വീണ്ടും ഒരു ഡയഗണൽ മെട്രിക്സ് കിട്ടും. അതിന്റെ ഡയഗണൽ എലമെന്റ്സ് എന്തായിരിക്കും? എക്സ് പ്ലസ് പി, വൈ പ്ലസ് ക്യൂ, ഇസഡ് പ്ലസ് ആർ ആയിരിക്കും. ജസ്റ്റ് ഫസ്റ്റ് മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റും രണ്ടാമത്തെ മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സ് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. രണ്ടാമത്തെ പ്രോപ്പർട്ടി കുറച്ചും കൂടി
അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. രണ്ട് ഡയഗണൽ മെട്രിക്സ് വിത്ത് ഡയഗണൽ എലമെന്റ്സ് എക്സ് വൈ ഇസഡ് ആൻഡ് പി ക്യു ആർ. ഫസ്റ്റിന്റെ എക്സ് വൈ ഇസഡ് ആണ്, രണ്ടാമത്തെ മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സ് പി ക്യു ആർ ആണ്. ബാക്കിയുള്ള എലമെന്റ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. Therefore, രണ്ട് മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ ഡയഗണൽ എലമെന്റ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടന്റ് മെട്രിക്സ് എന്ത് തന്നെ ആയിരിക്കും? ഒരു ന്യൂ ഡയഗണൽ മെട്രിക്സ് തന്നെ ആയിരിക്കും. അതിന്റെ ഡയഗണൽ എലമെന്റ്സ് ഈക്വൽ ടു ജസ്റ്റ് പ്രൊഡക്റ്റ് ഓഫ് ദ ഡയഗണൽ എലമെന്റ് ഓഫ് ദ കറസ്പോണ്ടിങ് മെട്രിക്സസ് ആയിരിക്കും. രണ്ട് മെട്രിക്സിന്റെയും സെയിം പൊസിഷനിലുള്ള ഡയഗണൽ എലമെന്റ്സിനെ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കറസ്പോണ്ടിങ് പ്രോഡക്റ്റ് ഓഫ് ദ ടു മെട്രിക്സ് കിട്ടും. ഓക്കെ, ജസ്റ്റ് ഞാൻ എന്ത് ചെയ്തോളൂ? രണ്ട് മെട്രിക്സിന്റെയും ഡയഗണൽ എലമെന്റ്സിനെ പരസ്പരം എന്ത് ചെയ്തതേ ഉള്ളൂ? മൾട്ടിപ്ലൈ ചെയ്തതേ ഉള്ളൂ. മൂന്നാമത്തെ പ്രോപ്പർട്ടി വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു മെട്രിക്സ് ഒരു ക്വസ്റ്റ്യൻ തരുന്നു, x 0 0 0 y 0 0 0 z. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കണം ഈ മെട്രിക്സ് എന്ത് മെട്രിക്സ് ആയിരിക്കും? ഒരു ഡയഗണൽ മെട്രിക്സ് ആയിരിക്കും. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, വാട്ട് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ദ മെട്രിക്സ്? ഇൻവേഴ്സ് നമ്മൾ പഠിച്ചില്ല എങ്കിൽ പോലും അറിഞ്ഞിരിക്കുക, ഒരു ഡയഗണൽ മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ജസ്റ്റ് ഡയഗണൽ എലമെന്റിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. എന്തെടുത്താൽ മതി? ഡയഗണൽ എലമെന്റ് എന്താണോ അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ ഇൻവേഴ്സ് കിട്ടും. ഇപ്പം ചില ക്വസ്റ്റ്യനില് അവരിവിടെ ഇസഡിന് പകരം 0 തരുന്നു. ഇസഡിന് പകരം എന്ത് തരുന്നു? 0 തരുന്നു. ദെർഫോർ ഇവിടെ 1/0 വരും. 1/0 ആക്ച്വലി എന്താണ്? ഇൻഫിനിറ്റി ആണ്. ദെർഫോർ നമുക്ക് പറയാം ഒരു എലമെന്റ് 0 വന്നാല്, ഒരു എലമെന്റ് അല്ലെങ്കിൽ ഒരു റോ ഫുള്ള് 0 വന്നാല് ആ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതൊരു സിംഗുലർ മെട്രിക്സ് ആയിരിക്കും. ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ ആ മെട്രിക്സിനെ നമുക്ക് എന്തെന്ന് പറയാം? സിംഗുലർ മെട്രിക്സ് എന്ന് പറയാം. സിംഗുലർ മെട്രിക്സിന് എന്ത് എക്സിസ്റ്റ് ചെയ്യത്തില്ല? എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. അവിടെ ഒരു ഓപ്ഷൻ കൂടെ കാണും. എന്തായിരിക്കും ആ ഓപ്ഷൻ? എ ഇൻവേഴ്സ് ഡസ് നോട്ട് എക്സിസ്റ്റ് ആയിരിക്കും. ഓർത്തിരിക്കുക, ഒരു മെട്രിക്സില് ഒരു ഫുൾ റോ അല്ലെങ്കിൽ ഒരു ഫുൾ കോളം 0 വന്നാല് ആ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 0 ആയിരിക്കും. അതൊരു നോൺ ഇൻവെർട്ടിബിൾ മെട്രിക്സ് ആയിരിക്കും. നോൺ ഇൻവെർട്ടിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ മെട്രിക്സിന് ഒരിക്കലും എന്ത് എക്സിസ്റ്റ് ചെയ്യത്തില്ല? ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. തിരിച്ച് ഒരു ഡയഗണൽ എലമെന്റ് വിത്ത് നോൺ സീറോ എലമെന്റ് ആണെങ്കിൽ, ഡയഗണൽ എലമെന്റ്സ് വിത്ത് നോൺ സീറോ എലമെന്റ്സ് ആണെങ്കിൽ കറസ്പോണ്ടിങ് ഇൻവേഴ്സ് എന്തായിരിക്കും? ജസ്റ്റ് റെസിപ്രോക്കൽ ഓഫ് ദ ഡയഗണൽ എലമെന്റ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ സർ, ഏതെങ്കിലും ഒരു എലമെന്റ് ആണോ അല്ലെങ്കിൽ എല്ലാ ഡയഗണൽ എലമെന്റും 0 ആയിരിക്കണോ? ഓക്കെ, ഒരു ഡയഗണൽ മെട്രിക്സില് ഒരു ഡയഗണൽ എലമെന്റ് 0 ആയാലും നമുക്കറിയാം ആ റോ ഫുൾ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ദെർഫോർ അതെന്തായിരിക്കും? നോൺ ഇൻവേർട്ടിബിൾ ആയിരിക്കും. ഓക്കെ, അറ്റ്ലീസ്റ്റ് 1 0 വന്നാൽ മതി. ഡയഗണൽ എലമെന്റില് അറ്റ്ലീസ്റ്റ് 1. ഒരു മെട്രിക്സ് എടുത്താല് ഒരു റോ 0 ആയാലും, രണ്ട് റോ ഫുൾ 0 ആയാലും, 3 റോ ഫുള്ള് 0 ആയാലും ഡിറ്റർമിനന്റ് എന്ത് തന്നെ ആയിരിക്കും? 0 ആയിരിക്കും. അല്ലെങ്കിൽ ഒരു കോളം ഫുള്ള് 0 ആയാലും, രണ്ടാമത്തെ കോളം ഫുള്ള് 0 ആയാലും ഡിറ്റർമിനന്റ് ഈക്വൽ എന്ത് തന്നെ ആയിരിക്കും? 0 തന്നെ ആയിരിക്കും. ദെർഫോർ ഒരു റോ ഫുള്ള് 0 വന്നാൽ ഓൾവേസ് അത് സിംഗുലർ മെട്രിക്സ് ആയിരിക്കും. എ ഇൻവേഴ്സ് എന്തായിരിക്കും? ഡസ് നോട്ട് എക്സിസ്റ്റ് ആയിരിക്കും. ഓക്കെ ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ 3 പ്രോപ്പർട്ടിയിൽ വേറെ എന്തെങ്കിലും എക്സ്ട്രാ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഡൗട്ട്സ് ഇല്ലെന്ന് കരുതുന്നു. നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് ഡയഗണൽ മെട്രിക്സ് വിത്ത് ഡയഗണൽ എലമെന്റ് എക്സ് വൈ ഇസഡ് ആണെങ്കിൽ അതിന്റെ ട്രാൻസ്പോസ്. ട്രാൻസ്പോസ് നമുക്കറിയാം, റോസും കോളംസും പരസ്പരം ഇന്റർചേഞ്ച് ചെയ്താണ്. റോസും കോളംസും, ഇപ്പൊ എക്സാമ്പിള് 1 2 3 4 എന്ന് പറഞ്ഞൊരു മെട്രിക്സ് എടുക്കുന്നു. അതിന്റെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് റോയിനെ ഫസ്റ്റ് കോളമാക്കി മാറ്റും, സെക്കൻഡ് റോയിനെ എന്താക്കി മാറ്റും? സെക്കൻഡ് കോളമാക്കി മാറ്റും. ഈ പ്രോപ്പർട്ടിയെ പറയുന്ന പേരാണ് ട്രാൻസ്പോസ് ഓഫ് ദ മെട്രിക്സ്. ഒരു ഡയഗണൽ മെട്രിക്സില് ഡയഗണൽ എലമെന്റ് മാത്രമായിരിക്കും നോൺ സീറോ വരുന്നത്. ദെർഫോർ റോസും കോളംസും ഇന്റർചേഞ്ച് ചെയ്താലും ആ ഡയഗണൽ എലമെന്റിന്റെ പൊസിഷൻ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? ചേഞ്ച് ചെയ്യത്തില്ല. ദെർഫോർ നമുക്ക് പറയാം ട്രാൻസ്പോസ് ഓഫ് എ ഡയഗണൽ എലമെന്റ് ഈക്വൽ ടു സെയിം ഡയഗണൽ എലമെന്റ് തന്നെ ആയിരിക്കും. ഓക്കെ, അടുത്ത പ്രോപ്പർട്ടിയും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഡയഗണൽ മെട്രിക്സ് എടുക്കുന്നു. ആ മെട്രിക്സിന്റെ റേസ് ടു ഒരു n പവർ എടുക്കുന്നു. ഇപ്പൊ എക്സാമ്പിള്
ഞാനിവിടെ അസ്യൂം ചെയ്യുന്നു റേസ് ടു 3 എടുക്കുന്നു. 1004 ആ മെട്രിക്സിന്റെ ഏത് പവർ എടുക്കുന്നു? റേസ് ടു 0 എടുക്കുന്നു, റേസ് ടു 3 എടുക്കുന്നു. ദെർഫോർ ഒരു ഡയഗണൽ മെട്രിക്സിന്റെ റേസ് ടു n എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഡയഗണൽ മെട്രിക്സിനെ n ടൈംസ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസർ ഈക്വൽ ടു എന്ത് തന്നെ ആയിരിക്കും? അതിലെ ഓരോ ഡയഗണൽ എലമെന്റിനെയും ആ പവർ ആക്കി റേസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അത്രയും ടൈംസ് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അന്നേരം ഇവിടെ ഒരു ഡയഗണൽ എലമെന്റ് തന്നിട്ടുണ്ട്, അതിന്റെ റേസ് ടു പവർ 3 കിട്ടാൻ ജസ്റ്റ് എന്തെടുത്താൽ മതി? ഓരോ ഡയഗണൽ എലമെന്റിനെയും അത്രയും ടൈംസ് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അത് ഈ പ്രോപ്പർട്ടിയും ഓർത്തിരിക്കുക. സെക്കൻഡ് ലാസ്റ്റ് പ്രോപ്പർട്ടിയാണ്, ഓൾറെഡി പറഞ്ഞു. ഒരു ഡയഗണൽ എലമെന്റ് തന്നാൽ അതിന്റെ ഏഗൻ വാല്യൂ ഈക്വൽ ടു എന്ത് തന്നെ ആയിരിക്കും? അതിന്റെ ഡയഗണൽ എലമെന്റ്സ് തന്നെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 1004 എന്ന് പറഞ്ഞൊരു മെട്രിക്സ് തരുന്നു, അതിന്റെ ഏഗൻ വാല്യൂസ് എന്ത് തന്നെ ആയിരിക്കും? 1,4 തന്നെ ആയിരിക്കും. ഒരു ഏഗൻ വാല്യൂ ഓഫ് എ ഡയഗണൽ മെട്രിക്സ് ഓൾവേസ് ഈക്വൽ ടു ഡയഗണൽ എലമെന്റ് തന്നെ ആയിരിക്കും. ഓക്കെ, ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഡിറ്റർമിനന്റ് ഓഫ് എ ഡയഗണൽ എലമെന്റ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദ ഡയഗണൽ എലമെന്റ് ആയിരിക്കും. ഈ 1004 എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ചോദിച്ചാൽ, ഡിറ്റർമിനന്റ് ഓഫ് മെട്രിക്സ് 1004 ഈക്വൽ ടു എന്തായിരിക്കും? ജസ്റ്റ് പ്രോഡക്റ്റ് ഓഫ് ദ ഡയഗണൽ എലമെന്റ് ആയിരിക്കും. അത് ഓർത്തിരിക്കുക. നമ്മൾ ഇത്രയും പ്രോപ്പർട്ടീസ് അറിഞ്ഞിരുന്നാല് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റും. ഇതില് ലാസ്റ്റ് 3 പ്രോപ്പർട്ടീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മിക്കവാറും എക്സാംസിൽ ആ 3 പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. അതിന്റെ കൂടെയും അറിഞ്ഞിരിക്കുക, ഒരു ഡയഗണൽ മെട്രിക്സിന്റെ ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യാൻ ഡയഗണൽ എലമെന്റ്സിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. ഇത്രയും പ്രോപ്പർട്ടീസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. സാറേ, തൊട്ട് മുമ്പ് പറഞ്ഞില്ലേ അപ്പറും ലോവറും പറഞ്ഞില്ലേ, അതിൽ ആ കണ്ടീഷൻ പറഞ്ഞില്ല, ഐ ഗ്രേറ്റർ ദാൻ ചെയ്യും, ഐ ലെസ് ദാൻ ചെയ്യും. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഓക്കെ, ഇതിന് മുമ്പത്തെ സ്ക്രീൻ. ഓക്കെ, സോറി. ഓക്കെ, ഇവിടെയാണ് ഞാൻ അപ്പർ ട്രയാങ്കുലർ ആൻഡ് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് പറഞ്ഞത്. ഓക്കെ, ഐ ഗ്രേറ്റർ ദാൻ ജെ എന്ന് പറഞ്ഞാല്, ഓക്കെ, ഈ മെട്രിക്സില് ആക്ച്വലി ഈ പർട്ടിക്കുലർ പോയിന്റിൽ വരേണ്ട എലമെന്റ് എന്തായിരുന്നു? സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ് എന്നായിരുന്നു. ഇവിടെ വരേണ്ടത് എന്തായിരുന്നു? തേർഡ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ് എന്നായിരുന്നു. ഇവിടെ വരേണ്ടത് എന്തായിരുന്നു? തേർഡ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെന്റ് എന്നായിരുന്നു. ലാസ്റ്റ് ഇവിടെ 0ക്ക് പകരം ആക്ച്വലി എങ്ങനെയായിരുന്നു റെപ്രസെന്റ് ചെയ്യേണ്ടിയിരുന്നത്? എന്ത് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ് എന്തായിരുന്നു? ഇത് ആക്ച്വലി എന്തായിരുന്നു? എന്ത് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെന്റ് എന്തായിരുന്നു? അന്നേരം ഈ എലമെന്റ് നോക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും, അവിടുത്തെ റോ എന്ന് പറയുന്നത് കോളത്തിനേക്കാളും എന്താണ്? കൂടുതലാണ്. Therefore ഒരു എലമെന്റ് യു ഐ ജെ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, യു ഐ ജെ എന്ന് പറഞ്ഞാല് വെൻ ഐ ഗ്രേറ്റർ ദാൻ ജെ ആകുമ്പം അത് ആക്ച്വലി ഇവിടെ വരും, ഡയഗണൽ എലമെന്റിന്റെ താഴെ വരും. ജെ ഗ്രേറ്റർ ദാൻ ഐ എന്ന് പറഞ്ഞാൽ അത് എവിടെ ആയിരിക്കും? ഡയഗണൽ എലമെന്റിന്റെ മുകളിലായിരിക്കും. എന്നാൽ ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിൽ ഐ ഗ്രേറ്റർ ദാൻ ജെയിൽ 0 ആയിരിക്കും. ഒരു ലോവർ ട്രയാങ്കുലർ മെട്രിക്സിൽ ജെ ഗ്രേറ്റർ ദാൻ ഐയിൽ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? സർ, ഈ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിലും ലോവർ ട്രയാങ്കുലർ മെട്രിക്സിലും ഏഗൺ വാല്യൂ ഡയഗണൽ എലമെന്റ്സ് ആണെന്ന് പറഞ്ഞല്ലോ. അതെ, അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ ഡയഗണൽ എലമെന്റ്സിലും. അതെ, ഡയഗണൽ മെട്രിക്സിലും അത് തന്നെ ആയിരിക്കും. അതെ, ഡയഗണൽ മെട്രിക്സിലും അത് തന്നെ ആയിരിക്കും. അപ്പർ ആൻഡ് ലോവർ ട്രയാങ്കുലർ മെട്രിക്സിലും അത് തന്നെ ആയിരിക്കും. അതിന്റെ റീസൺ, ഈഗൻ വാല്യൂവിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്, സം ഓഫ് ഈഗൻ വാല്യൂ ഈക്വൽ ടു സം ഓഫ് ഡയഗണൽ എലമെന്റ് ഓഫ് ദ മെട്രിക്സ് ആയിരിക്കും. സം ഓഫ് ദ ഈഗൻ വാല്യൂസ് ഈക്വൽ ടു സം ഓഫ് ദ ഡയഗണൽ എലമെന്റ്സ് ആയിരിക്കും. അതുപോലെ പ്രോഡക്റ്റ് ഓഫ് ദ ഈഗൻ വാല്യൂസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് ദ മെട്രിക്സ് ആയിരിക്കും. എന്നാൽ ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സും ലോവർ ട്രയാങ്കുലർ മെട്രിക്സും എടുത്താൽ സം ഓഫ് ഈഗൻ വാല്യൂ ഈക്വൽ ടു സം ഓഫ് ഡയഗണൽ എലമെന്റും കിട്ടും. പ്രൊഡക്റ്റ് ഓഫ് ഈഗൻ വാല്യൂ ഈക്വൽ ടു എന്തും കിട്ടും? പ്രോഡക്റ്റ് ഓഫ് ദ ഡയഗണൽ എലമെന്റ് കിട്ടും. അത് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ആ രണ്ട് ഇക്വേഷൻസും
സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഏഗൻ വാല്യൂ ഓഫ് എ അപ്പർ ആൻഡ് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ഓൾവേസ് ഈക്വൽ ടു ഡയഗണൽ എലമെന്റ്സ് തന്നായിരിക്കും. പ്രൊഡക്റ്റ് ഓഫ് ഐഗൻ വാല്യൂ എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് ദ മെട്രിക്സ്. അതെ, ഡിറ്റർമിനന്റ് ഓഫ് ദ മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, ആ രണ്ട് പ്രോപ്പർട്ടി യൂസ് ചെയ്താൽ ഏഗൻ വാല്യൂസ് എന്ന് ചോദിക്കുന്ന ഡയറക്റ്റ് ആയിട്ട് ഒരു മെട്രിക്സ് തന്നിട്ട് വാട്ട് ഈസ് ദ ഏഗൻ വാല്യൂ ഓഫ് ദ ഗിവൺ മെട്രിക്സ് എന്ന് ക്വസ്റ്റ്യനിൽ ചോദിച്ചാൽ ഈസി ആയിട്ട് ആ രണ്ട് പ്രോപ്പർട്ടീസും യൂസ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് ഓപ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ജസ്റ്റ് സം ഓഫ് ഡയഗണൽ എലമെന്റ് സം ഓഫ് ഏഗൻ വാല്യൂ ആണെന്ന് നോക്കുക, അതിൽ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് നോക്കുക. സിമിലർലി രണ്ട് ഓപ്ഷൻസ് കറക്റ്റ് ആണെങ്കിൽ ഒരു കാര്യം കൂടെ നോക്കാം, എന്താണ് ഡിറ്റർമിനന്റ് ഓഫ് ദ മെട്രിക്സ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദ ഏഗൻ വാല്യൂസ് ആയിരിക്കും. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ജസ്റ്റ് ഞാൻ എന്താണ് ഇതിന്റെ പ്രോപ്പർട്ടി ഡയഗണൽ മെട്രിക്സിന്റെ പ്രോപ്പർട്ടി പറഞ്ഞപ്പോൾ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് കുറച്ച് എക്സ്ട്രാ പോർഷൻസ് ആണ്, അഥവാ ചോദിച്ചാലും നമുക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. നോർമലി ഇത്രയും ക്ലാസിഫിക്കേഷനിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, എങ്കിൽ പോലും എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നോർമലി എന്താണ് ഇപ്പോഴത്തെ PSC എക്സാംസിന്റെ ക്വസ്റ്റ്യൻസ് മിക്കവാറും വെബ്സൈറ്റ്സിന്നോ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്നോ അങ്ങനെ തന്നെ കോപ്പിയാണ് ചെയ്യുന്നത്. പുതിയ ക്വസ്റ്റ്യൻസ് ഒരിക്കലും മേക്ക് ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് എങ്ങനെ വേണമെങ്കിലും വരാം. therefore കുറച്ചും കൂടി എക്സ്ട്രാ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എക്സ്ട്രാ പോയിന്റ്സില് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് മെട്രിക്സ് ആണ് ഐഡം പൊട്ടന്റ് മെട്രിക്സ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഐഡം പൊട്ടന്റ് മെട്രിക്സ്. ഐഡം പൊട്ടന്റ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഏതൊരു മെട്രിക്സിനെ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എടുത്തു, ആ മെട്രിക്സിനെ 2 തവണ മൾട്ടിപ്ലൈ ചെയ്താൽ ആ മെട്രിക്സിനെ 2 തവണ മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എന്ത് തന്നെ കിട്ടണം, അതിന്റെ ഒറിജിനൽ മെട്രിക്സ് തന്നെ കിട്ടണം. എ സ്ക്വയർ ഈക്വൽ ടു എന്തായിരിക്കും, എ തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ എനിക്ക് പറയാം A⁴ ഈക്വൽ ടു എന്ത് തന്നെ ആയിരിക്കും, A⁴ ഈക്വൽ ടു എ തന്നെ ആയിരിക്കും. എനി ഈവൻ നമ്പർ ഈക്വൽ ടു എന്ത് തന്നെ ആയിരിക്കും, എ തന്നെ ആയിരിക്കും. ആ ടൈപ്പ് ഓഫ് മെട്രിക്സിന് പറയുന്ന പേരാണ് ഐഡം പൊട്ടന്റ് മെട്രിക്സ്. ആ പേര് ഓർത്തിരിക്കുക. ഐഡം പൊട്ടന്റ് മെട്രിക്സിൽ ഓൾവേസ് A² ഈക്വൽ ടു എ തന്നെ ആയിരിക്കും. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ഇൻവല്യൂട്ടറി മെട്രിക്സ്. ഇവിടെ ഐ വന്നിട്ടുണ്ട്, അതൊരു എന്താണ് ഓർത്തിരിക്കാൻ ഒരു ടിപ്പായിട്ട് ഓർത്തിരിക്കുക. A² ഈക്വൽ ടു എക്ക് പകരം ഐഡന്റിറ്റി മെട്രിക്സ് തന്നാൽ A² ഈക്വൽ ടു എക്ക് പകരം ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടിയാൽ ആ ടൈപ്പ് ഓഫ് മെട്രിക്സിന് നമുക്ക് പറയാം ഇൻവല്യൂട്ടറി മെട്രിക്സ് എന്ന് പറയാം. ഇതെന്ന് പറയാം ഇൻവല്യൂട്ടറി മെട്രിക്സ് എന്ന് പറയാം. ഇതും സെയിം A⁻any ഈവൻ നമ്പർ ഈക്വൽ ടു എന്ത് തന്നെ ആയിരിക്കും, ഐഡന്റിറ്റി മെട്രിക്സ് തന്നെ ആയിരിക്കും. അന്നേരം ഒരു മെട്രിക്സിനെ ഈവൻ നമ്പർ ഓഫ് ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താല് സെയിം മെട്രിക്സ് കിട്ടിയാൽ ഐഡം പൊട്ടന്റ് മെട്രിക്സ് ആയിരിക്കും. ഒരു മെട്രിക്സിനെ ഈവൻ നമ്പർ ഓഫ് ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടിയാൽ അതെന്തായിരിക്കും, ഇൻവല്യൂട്ടറി മെട്രിക്സ് ആയിരിക്കും. ഈ രണ്ട് ക്ലാസിഫിക്കേഷൻ ഓർത്തിരിക്കുക. 4 ഓപ്ഷൻസ് തന്നിട്ട് ഏതാണ് ഇൻവല്യൂട്ടറി മെട്രിക്സ് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഇതൊരു ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഐഡന്റിറ്റി മെട്രിക്സിനെ എത്ര ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താലും ഐഡന്റിറ്റി മെട്രിക്സ് തന്നെ ആയിരിക്കും കിട്ടുന്നത്. തിരിച്ച് നൾ മെട്രിക്സ് എല്ലാ എലമെന്റ്സും 0 ആണെങ്കിൽ ആ മെട്രിക്സിന് നമുക്ക് എന്തെന്ന് പറയാം, നൾ മെട്രിക്സ് എന്ന് പറയാം. നൾ മെട്രിക്സിനെയും എത്ര ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താലും നൾ മെട്രിക്സ് തന്നെ ആയിരിക്കും കിട്ടുന്നത്. therefore നൾ മെട്രിക്സും ഐഡന്റിറ്റി മെട്രിക്സും ഓൾവേസ് എന്തായിരിക്കും, ഐഡം പൊട്ടന്റ് മെട്രിക്സ് ആയിരിക്കും. അനദർ എക്സാമ്പിൾ ആണ്, ഇവിടെ ഒരു റാൻഡം മെട്രിക്സ് ആണ്. ഇതിനെയും 2 അല്ലെങ്കിൽ 4 തവണ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് തന്നെ കിട്ടണം, ഈ സെയിം മെട്രിക്സ് തന്നെ ആയിരിക്കണം കിട്ടേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഇൻവല്യൂട്ടറി മെട്രിക്സ് ആണ്. ഐഡം പൊട്ടന്റ് ഐഡന്റിറ്റി മെട്രിക്സ് ഓൾവേസ് എന്ത് തന്നെ ആയിരിക്കും, ഇൻവല്യൂട്ടറി മെട്രിക്സ് ആയിരിക്കും. കാരണം ഈ മെട്രിക്സിനെ എത്ര ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് കിട്ടുന്നത് എന്ത് തന്നെ ആയിരിക്കും, ആ സെയിം മെട്രിക്സ് തന്നെ ആയിരിക്കും. therefore ഐഡന്റിറ്റി മെട്രിക്സ് ഓൾവേസ് ഒരു ഐഡം പൊട്ടന്റ് മെട്രിക്സും ആയിരിക്കും, ഒരു ഇൻവല്യൂട്ടറി മെട്രിക്സും ആയിരിക്കും. രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു മെട്രിക്സ് ആണെന്ത്, ഐഡന്റിറ്റി മെട്രിക്സ്. അനദർ എക്സാമ്പിൾ ആണ് ഇവിടെ തന്നിരിക്കുന്ന ഒരു റാൻഡം മെട്രിക്സ്. ഇതിനെയും 2 തവണ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഒരു ഐഡന്റിറ്റി മെട്രിക്സ് തന്നെ ആയിരിക്കും കിട്ടുന്നത്. ഈ 2 പ്രോപ്പർട്ടീസും അറിഞ്ഞിരിക്കുക. മെട്രിക്സിന്റെ സ്ക്വയർ ഈക്വൽ ടു ഒറിജിനൽ മെട്രിക്സ് ആണെങ്കിൽ ഐഡം പൊട്ടന്റ് മെട്രിക്സ് ആയിരിക്കും. മെട്രിക്സിന്റെ സ്ക്വയർ ഈക്വൽ ടു എന്താണ്, ഐഡന്റിറ്റി മെട്രിക്സ് ആണെങ്കിൽ അതെന്തായിരിക്കും, ഇൻവല്യൂട്ടറി മെട്രിക്സ് ആയിരിക്കും.
ഓക്കെ, ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കുക. ഒരു ഇൻവല്യൂട്ടറി മെട്രിക്സിൽ എ സ്ക്വയർ ഈക്വൽ ടു ഐ എന്ന് പറഞ്ഞാല് ആ മെട്രിക്സിനെ 2 തവണ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടണം. നമുക്കറിയാം ഒരു മെട്രിക്സില് 2 മെട്രിക്സിന്റെ പ്രൊഡക്റ്റ് ഈക്വൽ ടു ഐഡന്റിറ്റി മെട്രിക്സ് ആണെങ്കിൽ, 2 മെട്രിക്സിന്റെ പ്രോഡക്റ്റ് ഈക്വൽ ടു ഐഡന്റിറ്റി മെട്രിക്സ് ആണെങ്കിൽ ആ 2 മെട്രിക്സ് കറസ്പോണ്ടിംഗ്ലി എന്തായിരിക്കും? ഇൻവേഴ്സ് ആയിരിക്കും. ഒരു മെട്രിക്സ് ഇൻവേഴ്സ് ഓഫ് ദ അതർ മെട്രിക്സ് ആയിരിക്കും. എങ്കിൽ മാത്രമാണ് 2 മെട്രിക്സിന്റെ പ്രോഡക്റ്റ് എന്താകുന്നത്? ഐഡന്റിറ്റി മെട്രിക്സ് ആകുന്നത്. ഒരു 2 നമ്പേഴ്സിന് മൾട്ടിപ്ലൈ ചെയ്യുമ്പം എക്സും അതിന്റെ റെസിപ്രോക്കൽ ഓഫ് എക്സും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി കിട്ടും. സിമിലർലി മെട്രിക്സില് 2 മെട്രിക്സിന്റെ പ്രോഡക്റ്റ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ഓഫ് എ മെട്രിക്സ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ആരാണ്? ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ദെർഫോർ മെട്രിക്സിന്റെ പ്രോഡക്റ്റ് ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടിയാൽ രണ്ടാമത്തെ മെട്രിക്സ് ഫസ്റ്റ് മെട്രിക്സിന് എന്തായിരിക്കും? ഇൻവേഴ്സ് ആയിരിക്കും. ബി ഈക്വൽ ടു എ ഇൻവേഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് പറയാം എ ഈക്വൽ ടു എന്തെന്ന് പറയാം? ബി ഇൻവേഴ്സ് എന്ന് പറയാം. ദെർഫോർ ഒരു ഇൻവല്യൂട്ടറി മെട്രിക്സില് നമുക്ക് പറയാം ഇവിടെ എ ഇൻറ്റു എ ഈക്വൽ ടു ഐ കിട്ടണമെങ്കിൽ നമുക്ക് പറയാം എ ഈക്വൽ ടു എന്ത് തന്നെ ആയിരിക്കണം? എ ഇൻവേഴ്സ് തന്നെ ആയിരിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഐഡന്റിറ്റി മെട്രിക്സ് ക്വസ്റ്റ്യൻ തന്നിട്ട്, ഇൻവല്യൂട്ടറി മെട്രിക്സ് ക്വസ്റ്റ്യൻ തന്നിട്ട് ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് ദ മെട്രിക്സ് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആ മെട്രിക്സ് തന്നായിരിക്കും ആൻസർ. ഒരിക്കലും ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. ഒരു 2x2 മെട്രിക്സ് തന്നാല് അതിന്റെ അഡ്ജോയിന്റ് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. അതൊരു ഇൻവല്യൂട്ടറി മെട്രിക്സ് ആണെങ്കിൽ ഓൾവേസ് ആ ഗിവൺ മെട്രിക്സ് തന്നായിരിക്കും അതിന്റെ ഇൻവേഴ്സ്. ഇത്രയും പ്രോപ്പർട്ടീസ് ഓർത്തിരിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതില് ഹലോ ചോദിച്ചോളൂ. ഇതില് ഈവൻ പവേഴ്സിന് മാത്രമേ ഉള്ളൂ ഐഡംപോർട്ടന്റ് മെട്രിക്സ് വരിക. അതായത് ഇപ്പം എ സ്ക്വയർ എ ആണെങ്കിൽ എ ക്യൂബ് എ ആണല്ലോ. ഓക്കെ, എ സ്ക്വയർ, അതെ കറക്റ്റ് ആണ്. എ ക്യൂബ് ഈക്വൽ ടു നമുക്ക് പറയാം എ സ്ക്വയർ ഇൻറ്റു എ എന്ന് പറയാം. എ സ്ക്വയർ ഓൾവേസ് എന്തായിരിക്കും? എ തന്നെ ആയിരിക്കും. ദെർഫോർ എ ഇൻറ്റു എ ആയിട്ട് മാറും. ദെർഫോർ വീണ്ടും നമുക്ക് എ സ്ക്വയർ കിട്ടും. അത് എന്തായിട്ട് മാറും? എ ആയിട്ട് മാറും. അത് കറക്റ്റ് ആണ്. എന്നിട്ട് എനി പവറിൽ റേസ് ചെയ്താൽ നമുക്ക് എന്ത് തന്നെ കിട്ടും? എ തന്നെ കിട്ടും. ഓക്കെ, കാരണം എന്താണ്? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്താണ്? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്, അതുപോലെ ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്. Therefore, ഈ 2 പ്രോപ്പർട്ടീസ് ഒബേ ചെയ്തത് കൊണ്ട് ഏത് ഹയർ പവർ എടുത്താലും ഒരു ഐഡന്റിറ്റി മെട്രിക്സിന്റെ സ്ക്വയർ ഈക്വൽ ടു അല്ലെങ്കിൽ ഏത് പവർ എടുത്താലും എന്ത് തന്നെ കിട്ടും? ആ സെയിം മെട്രിക്സ് തന്നെ കിട്ടും. ഓക്കെ, താങ്ക് യു. അതൊരു എക്സ്ട്രാ പോയിന്റ് ആണ്. ഐഡന്റിറ്റി മെട്രിക്സില് എ ക്യൂബ് അല്ലെങ്കിൽ എ റേസ് ടു 5 തന്നാൽ അതിന് എ സ്ക്വയർ എ എന്ന് എഴുതാം. എ സ്ക്വയർ വീണ്ടും എ ആയിരിക്കും. എ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ വീണ്ടും എ കിട്ടും. ലാസ്റ്റ് നമുക്ക് എ സ്ക്വയർ കിട്ടും. അതിന്റെ പ്രൊഡക്റ്റ് എന്ത് തന്നെ ആയിരിക്കും? ഒറിജിനൽ മെട്രിക്സ് തന്നെ ആയിരിക്കും. ഓക്കെ, ഹലോ വേറെ എന്താ? ചോദിച്ചോളൂ. സർ, ഐഡംപോർട്ടന്റ് മെട്രിക്സ് എല്ലാം ഇൻവോൾവറി ആണ്, അങ്ങനെ എന്തോ ഒരു പോയിന്റ് പറഞ്ഞില്ലേ സാറ്? ഓക്കെ, അത് പറഞ്ഞത് ഒരു ഐഡന്റിറ്റി മെട്രിക്സ് എടുത്താൽ ഐഡന്റിറ്റി മെട്രിക്സ് 2 പ്രോപ്പർട്ടീസും ഒബേ ചെയ്യുന്നുണ്ട്. ഒരു ഐഡന്റിറ്റി മെട്രിക്സും ആയിരിക്കും, ഇൻവല്യൂട്ടറി മെട്രിക്സും ആയിരിക്കും. അതിന്റെ കൂടെ അതൊരു ഐഡംപോർട്ടന്റ് മെട്രിക്സും ആയിരിക്കും. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ്. ചോദിച്ചോളൂ. ഒരു കാര്യം, ഇപ്പൊ ക്വസ്റ്റ്യനകത്ത് ഇൻവല്യൂട്ടറി മെട്രിക്സ് ആണ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇൻവേഴ്സ് വെച്ചാൽ ആ സെയിം മെട്രിക്സ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്താൽ മതിയാവുമല്ലോ. അതെ, ഇൻവല്യൂട്ടറി മെട്രിക്സ് ആണെങ്കിൽ ആ സെയിം മെട്രിക്സ് തന്നെ ആയിരിക്കും അതിന്റെ ഇൻവേഴ്സ്. സാർ, അപ്പൊ എനിക്ക് ഡൗട്ട് എന്താണെന്ന് വെച്ചാല് എ ഇൻറ്റു എ ചെയ്യുമ്പോൾ ഐഡന്റിറ്റി കിട്ടണമെന്നല്ലേ പറയുന്നത്? അപ്പൊ ഒരെണ്ണം എ ആണെങ്കിൽ മറ്റേത് എ ഇൻവേഴ്സ് ആവണ്ടേ? അന്നേരം അതെ, ഒരെണ്ണം എ ആണെങ്കിൽ അടുത്തത് എ ഇൻവേഴ്സ് ആവണം. ഇപ്പൊ എക്സാമ്പിള് ഐഡന്റിറ്റി മെട്രിക്സ് എടുക്കുന്നു. ഐഡന്റിറ്റി മെട്രിക്സിന്റെ ഇൻവേഴ്സ് എന്ത് തന്നെ ആയിരിക്കും? ഐഡന്റിറ്റി മെട്രിക്സ് തന്നെ ആയിരിക്കും. എലമെന്റ്സ് സെയിം ആകാം, കുഴപ്പമില്ല. ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് ആ മെട്രിക്സ് തന്നെ ആകാം, കുഴപ്പമില്ല. ഓക്കെ, അല്ലാത്ത മെട്രിക്സും വരാമല്ലോ. അല്ലാത്ത മെട്രിക്സും വരാം. അന്നേരം അത് സെയിം സംഭവം എങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റും? കാരണം എ തന്നിട്ടുണ്ടെങ്കിൽ എ ഇൻവേഴ്സ് അതുമായിട്ട് തന്നെ ചൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഇൻവേഴ്സ് കണ്ടുപിടിക്കണ്ടേ നമ്മള്? ഓക്കെ, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത്
സെയിം എലമെന്റ് തന്നെ വേണം അല്ലെങ്കിൽ ഡിഫറെന്റ് എലമെന്റ് വേണം എന്ന് നിർബന്ധമില്ല. ഒരു മെട്രിക്സും അതിന്റെ ഇൻവേഴ്സും മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഐഡന്റിറ്റി മെട്രിക്സ് ആണ് റിസൾട്ടന്റ് ആയിട്ട് കിട്ടുന്നെങ്കിൽ ആ രണ്ടാമത്തെ മെട്രിക്സിനെ പറയുന്ന പേരാണ് എന്ത്? ഇൻവേഴ്സ് ഓഫ് ദ ഫസ്റ്റ് മെട്രിക്സ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണ്ടേ സാറേ? ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്താലും നോർമലി ഇൻവേഴ്സ് എലമെന്ററി റോ ഓപ്പറേഷൻ അല്ലെങ്കിൽ എന്താണ് ജസ്റ്റ് ഫോർമുല യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്താലും നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ എന്ത് തന്നെ ആയിരിക്കും? അതിന്റെ ഒറിജിനൽ മെട്രിക്സ് തന്നെ ആയിരിക്കും. എലമെന്റ്സിൽ വ്യത്യാസം കാണത്തില്ല. അതൊരു ഏത് മെട്രിക്സ് ആണെങ്കിൽ മാത്രമാണ്? ഇൻവല്യൂട്ടറി മെട്രിക്സ് ആണെങ്കിൽ മാത്രം. സാർ അപ്പൊ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പം ഒരു 3x3 മെട്രിക്സ് ആണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. അത് ഐഡന്റിറ്റി മെട്രിക്സും അല്ല. അപ്പൊ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് ഒരു 3x3 മെട്രിക്സ് ആണ്. A = 3x3 മെട്രിക്സ്. അത് ഇൻവല്യൂട്ടറി മെട്രിക്സ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ ഫൈൻഡ് ദി ഇൻവേഴ്സ് എന്നാണ് ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ ആ എ എന്ന് പറഞ്ഞ സാധനം തന്നെ ആയിരിക്കത്തില്ലല്ലോ നമ്മുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഇല്ലില്ല, ഇൻവല്യൂട്ടറി മെട്രിക്സ് എന്ന് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആ ഒറിജിനൽ ഏതെന്നായിരിക്കും അതിന്റെ കറസ്പോണ്ടിങ് ഇൻവേഴ്സ്. ഫോർ എക്സാമ്പിൾ പ്രീവിയസ് സ്ലൈഡ് ഞാൻ ഒന്നുകൂടി എടുക്കാം. ഓക്കെ, ഇതാണ് ഞാൻ പ്രീവിയസ് സ്ലൈഡിൽ പറഞ്ഞൊരു എക്സാമ്പിൾ. ഇവിടെ ഈ എക്സാമ്പിളില് നിങ്ങൾ ജസ്റ്റ് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. ഈ മെട്രിക്സുമായിട്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? 1 0 0 0 1 0 0 0 1 ആയിരിക്കും. ഓക്കെ, അന്നേരം ഈ മെട്രിക്സിന്റെ ഇൻവേഴ്സ് ക്വസ്റ്റ്യനിൽ തരുന്നു, അതൊരു ഇൻവല്യൂട്ടറി മെട്രിക്സ് ആണ്. ദെൻ ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് ദ ഗിവൺ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡൗട്ട് വേണ്ട, സെയിം മെട്രിക്സ് തന്നെ ആയിരിക്കും അതിന്റെ ഇൻവേഴ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ എടുത്താല് ഇതിന്റെ ഡിറ്റർമിനന്റ് എന്തോ ആയിക്കോട്ടെ, ഫസ്റ്റ് എലമെന്റിന്റെ മൈനർ എന്തായിരിക്കും? 0 × -3 -4 × -1 = -4 ആയിരിക്കും. ഇവിടെ അതിനെ റീപ്ലേസ് ചെയ്ത് -4 ആക്കാം. അതിന് കറസ്പോണ്ടിങ് ഡിറ്റർമിനന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആ ഡിറ്റർമിനന്റ് -1 ആയിരിക്കും വരുന്നത്. ഓക്കെ, therefore -4 / -1 എന്തായിട്ട് മാറും? 4 ആയിട്ട് മാറും. സിമിലർലി ഇതിന്റെ മൈനറിന്റെ അതിന്റെ ഡിറ്റർമിനന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 3 കിട്ടും. സിമിലർലി എല്ലാ എലമെന്റ്സിന്റെയും മൈനർ എന്താണെന്നും ഡിറ്റർമിനന്റ് എന്താണെന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഈ എക്സാമ്പിളിൽ ഞാൻ പറയുവാണ്, ഈ കറസ്പോണ്ടിങ് മെട്രിക്സിലെ ഏതൊരു എലമെന്റിനെയും അതിന്റെ കറസ്പോണ്ടിങ് കോഫാക്ടർ എലമെന്റ് അല്ലെങ്കിൽ കോഫാക്ടർ മെട്രിക്സിനെ ഡിറ്റർമിനന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ത് തന്നെ ആയിരിക്കും? ഈ ഒറിജിനൽ മെട്രിക്സ് തന്നെ ആയിരിക്കും. അന്നേരം അതൊരു ഇൻവല്യൂട്ടറി മെട്രിക്സ് ആണെങ്കിൽ ഇൻഡിപെൻഡന്റ് ഓഫ് ദ എലമെന്റ്, ഇൻഡിപെൻഡന്റ് അതിൽ 1 0 0 1 വരാം, ഐഡന്റിറ്റി മെട്രിക്സ് വരാം, അല്ലെങ്കിൽ ഏത് എലമെന്റ് വേണമെങ്കിലും വരാം. ആ ഗിവൺ മെട്രിക്സ് തന്നെ ആയിരിക്കും അതിന്റെ ഇൻവേഴ്സ്. ഓക്കെ, അടുത്ത പ്രോപ്പർട്ടിയാണ് ഒരു മെട്രിക്സിന്റെ ഏതെങ്കിലും ഒരു പോസിറ്റീവ് പവർ 0 ആണെങ്കിൽ ആ മെട്രിക്സിനെ നമുക്ക് എന്തെന്ന് പറയാം? നിൽ പൊട്ടന്റ് മെട്രിക്സ് എന്ന് പറയാം. ഇപ്പൊ എക്സാമ്പിൾ, ഈ മെട്രിക്സിനെ റേസ് ടു പവർ 3 എടുക്കുമ്പോൾ 3 തവണ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? ഒരു നൾ മെട്രിക്സ് ആണ് കിട്ടുന്നത്. എങ്കിലും നമുക്ക് പറയാം ഇതൊരു നിൽ പൊട്ടന്റ് മെട്രിക്സ് ആയിരിക്കും. ആ നിൽ പൊട്ടന്റ് മെട്രിക്സിന്റെ ഇൻഡെക്സ് എന്തായിരിക്കും? 3 ആയിരിക്കും. ഓർത്തിരിക്കുക, ഒരു എന്താണ് നൾ മെട്രിക്സ് അല്ലാത്ത ഏതെങ്കിലും ഒരു മെട്രിക്സിനെ എന്താണ് ഒരു റേസ് ടു പവർ എടുക്കുമ്പോൾ 2 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 4 തവണ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ഒരു നൾ മെട്രിക്സ് ആണെങ്കിൽ ആ ടൈപ്പ് ഓഫ് മെട്രിക്സിന് എന്തെന്ന് പറയാം? നിൽ പൊട്ടന്റ് മെട്രിക്സ് എന്ന് പറയാം. ആ നിൽ പൊട്ടന്റ് മെട്രിക്സിൽ എത്ര ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണോ 0 മെട്രിക്സ് കിട്ടിയത് അല്ലെങ്കിൽ നൾ മെട്രിക്സ് കിട്ടിയത്, ആ പവറിനെ നമുക്ക് പറയാം ഇൻഡെക്സ് ഓഫ് ദ നിൽ പൊട്ടന്റ് മെട്രിക്സ് എന്ന് പറയാം. ഓക്കെ, അന്നേരം ഇതൊരു എന്താണ്? ഏതോ ഒരു പവറിൽ 0 ആവുന്ന ഒരു മെട്രിക്സ് ആണ്. നോർമലി ഒരു മെട്രിക്സിനെ n ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താൽ 0 ആകണമെന്ന് നിർബന്ധമില്ല. ഒരു സ്പെഷ്യൽ ക്ലാസ് ഓഫ് മെട്രിക്സിൽ മാത്രമായിരിക്കും ഒരു റേസ് ടു പവറിൽ മൾട്ടിപ്ലൈ ചെയ്താൽ റിസൾട്ടന്റ് ആയിട്ട് എന്ത് കിട്ടുന്നത്? 0 മെട്രിക്സ് അല്ലെങ്കിൽ എല്ലാ എലിമെന്റ്സും 0 ആയ ഒരു നൾ മെട്രിക്സ് കിട്ടുന്നത്. ആ ടൈപ്പ് ഓഫ് മെട്രിക്സിന് പറയുന്ന പേരാണെന്ത്? നിൽ പൊട്ടന്റ് മെട്രിക്സ്. ഓക്കെ, ഒരു ക്ലാസിഫിക്കേഷനൂടെ എക്സ്ട്രാ ആയിട്ട് ഓർത്തിരിക്കുക, ഓർത്തോഗണൽ മെട്രിക്സ്. അതാണ് ഓർത്തോഗണൽ മെട്രിക്സ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു മെട്രിക്സിനെ അതിന്റെ ട്രാൻസ്പോസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ,
ഒരു മെട്രിക്സിനെ അതിന്റെ ട്രാൻസ്പോസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ റിസൾട്ടന്റ് ആയിട്ട് ഐഡന്റിറ്റി മെട്രിക്സ് ആണ് കിട്ടുന്നതെങ്കിൽ ആ മെട്രിക്സിനെ നമുക്ക് എന്തെന്ന് പറയാം? ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറയാം. ഇവിടെ എ മൾട്ടിപ്ലൈഡ് വിത്ത് അതിന്റെ ട്രാൻസ്പോസ് ഈക്വൽ ടു എന്താണ്? ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ദെർഫോർ ദ ഗിവൺ മെട്രിക്സ് ഈസ് എ ഓർത്തോഗണൽ മെട്രിക്സ് ആയിരിക്കും. ഓർത്തോഗണൽ മെട്രിക്സിൽ വീണ്ടും നമുക്ക് ഫസ്റ്റ് എന്താണ് ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്ത് വീണ്ടും പ്രോപ്പർട്ടി പറയാം. രണ്ട് മെട്രിക്സിന്റെ പ്രൊഡക്റ്റ് ഐഡന്റിറ്റി മെട്രിക്സ് ആണെങ്കിൽ സെക്കൻഡ് മെട്രിക്സ് ഈക്വൽ ടു എന്തായിരിക്കും? ഫസ്റ്റ് മെട്രിക്സിന്റെ ഇൻവേഴ്സ് ആയിരിക്കും. ദെർഫോർ ഒരു ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ ദെൻ ഫൈൻഡ് ദ ഇൻവേഴ്സ് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് കോളംസും നമ്പർ ഓഫ് റോസും ഇന്റർചേഞ്ച്, സോറി നമ്പർ അല്ല, എലമെന്റ്സ് ഓഫ് ദ കോളംസും എലമെന്റ് ഓഫ് ദ റോസും എന്ത് ചെയ്താൽ മതി? ഇന്റർചേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, എക്സാമ്പിൾ എ ബി സി ഡി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തരുന്നു. ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നു ദ ഗിവൺ മെട്രിക്സ് ഈസ് എ ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നു. ദെൻ ഫൈൻഡ് ദ ഇൻവേഴ്സ് എന്ന് ചോദിച്ചാൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? കോളവും റോസും ജസ്റ്റ് ഇന്റർചേഞ്ച് ചെയ്താൽ മതി. ദെർഫോർ ദ കറസ്പോണ്ടിങ് ഇൻവേഴ്സ് എന്തായിരിക്കും? എ ബി സി ഡിക്ക് പകരം എ സി ബി ഡി ആയിരിക്കും. ഇത്രയും ക്ലാസിഫിക്കേഷൻസ് ഓർത്തിരിക്കുക. ലാസ്റ്റ് പറഞ്ഞ 4 ക്ലാസിഫിക്കേഷൻസിൽ എന്തെങ്കിലും എക്സ്ട്രാ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ, ട്രാൻസ്പോസും ഇൻവേഴ്സും ഒക്കെ പഠിപ്പിച്ചിട്ട് ഇത് പഠിപ്പിക്കുന്നല്ലേ സാർ നല്ലത്? ഓക്കെ, ട്രാൻസ്പോസ് സാറേ അത് ഞാൻ പറയാനങ്ങോട്ട് വന്നതാണ് സാറേ. നമ്മൾ ഈ മൾട്ടിപ്ലിക്കേഷനും അതേപോലെ ഈ അഡിഷനൊക്കെ പഠിച്ചതിന് ശേഷം ഇത്, അതായത് ഈ ട്രാൻസ്പോസും അതേപോലെ ഇൻവേഴ്സ് ഒക്കെ ഇതൊക്കെ പഠിപ്പിച്ചതിന് ശേഷമാണ് ഈ പ്രോപ്പർട്ടി പഠിപ്പിക്കാനെല്ലാം മനസ്സിലാവും. നല്ല എല്ലാം കൂടെ ഒരു അവിയൽ പരിവായി പോകും. ഓക്കെ, ഞാൻ നെക്സ്റ്റ് ആക്ച്വലി അതിന്റെ ഓൾജിബ്രയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതായിരുന്നു നമ്മളുടെ സിലബസിൽ കൊടുത്തിരുന്ന ഫസ്റ്റ് പോർഷൻ. ഞാൻ അത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ക്ലാസിഫിക്കേഷൻസിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഞാൻ ബാക്കിലോട്ട് വിടാം. ഓക്കെ, സാറേ ചോദിച്ചു. ഈ നിൽപോട്ടന്റ് സെക്ഷൻ എടുത്തില്ലായിരുന്നു, നിൽപോട്ടന്റ് മെട്രിക്സ്. നിൽപോട്ടന്റ് മെട്രിക്സ് അത് ആക്ച്വലി അതിൽ ട്രിക്ക് എന്തെങ്കിലും ഉണ്ടോ? ലൈക്ക് ഇപ്പൊ ഒരു മെട്രിക്സ് വന്നിട്ട് ഇത് ഏത് ക്ലാസ് ആണ് നിൽപോട്ടന്റ് അങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ടോ? ഇല്ല, അത് നോർമലി അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. കാരണം നമ്പർ ഓഫ് മെട്രിക്സിന്റെ അല്ലെങ്കിൽ ഒരു മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഒരു പർട്ടിക്കുലർ ടൈം എടുക്കും. അത് ടൈം കൺസ്യൂമിംഗ് ആണ്. അങ്ങനെ ക്വസ്റ്റ്യൻസ് നോർമലി ചോദിക്കാറില്ല. ഓക്കെ, ലൈക്ക് ട്രിക്ക് ഒന്നും ഇല്ലല്ലോ സാർ? അങ്ങനെ ഒരു സ്പെസിഫിക് ട്രിക്ക് ഒന്നും ഇല്ലല്ലോ? അങ്ങനെ ട്രിക്ക് ഇല്ല. ഒരു മെട്രിക്സിന്റെ ഏത് പവറിലായിരിക്കും നൾ മെട്രിക്സ് കിട്ടുന്നതെന്ന് നമുക്കൊരു ട്രിക്ക് ഇല്ല. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. ഓക്കെ സാർ, അതുപോലെ തന്നെ 2x2 മെട്രിക്സ് ആണെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ ഈ റോയും കോളം ഇന്റർചേഞ്ച് ചെയ്യുന്ന പരിപാടി നടക്കത്തുള്ളൂ ട്രാൻസ്പോസ് എടുക്കാൻ നേരമേ? അല്ലല്ല, ഏതൊരു മെട്രിക്സിലും എന്താണ് ട്രാൻസ്പോസ് എടുക്കാൻ റോസും കോളംസും ഇന്റർചേഞ്ച് ചെയ്താൽ മതി. ഇത് 2x2 ആകണമെന്ന് നിർബന്ധമില്ല. അഡ്ജോയിന്റ് കണ്ടുപിടിക്കാനാണ് നോർമലി അങ്ങനെ ഒരു ഇന്റർചേഞ്ചിങ് സൈൻ ചേഞ്ചിങ് വരുന്നത്. തിരിച്ച് ഇപ്പം ഇവിടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ട്രാൻസ്പോസ് ഓഫ് മെട്രിക്സ്. ഓക്കെ, ഇവിടെ നോക്കാം. ട്രാൻസ്പോസ് ഓഫ് മെട്രിക്സ് നോക്കാം. ഓക്കെ, ഇതായിരുന്നു ഞാൻ ആക്ച്വലി ഫസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടിയിരുന്ന പോർഷൻസ്. ഓക്കെ, ഇവിടെ ഒരു മെട്രിക്സ് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. അതിന്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാൻ ഇതൊരു 2x3 മെട്രിക്സ് ആണ്. 2x3 മെട്രിക്സ് ആണ്. ഇതിന്റെ ഫസ്റ്റ് കോളം 1 4 ആണ്, സെക്കൻഡ് കോളം 2 5 ആണ്, തേർഡ് കോളം 3 6 ആണ്. ആ റോസിനെ അല്ലെങ്കിൽ ആ കോളത്തിനെ കറസ്പോണ്ടിങ് റോ ആക്കി മാറ്റിയാൽ എങ്ങനെ ഇരിക്കും? 1 4 താഴോട്ട് വന്ന കോളം 1 4 എന്തായിട്ട് മാറി? റോ ആയിട്ട് മാറി. 2 5 കോളം ആയിരുന്നു, അതെന്തായിട്ട് മാറി? അത് കറസ്പോണ്ടിങ് റോ ആയിട്ട് മാറി. 3 6 കോളം ആയിരുന്നു, അതെന്തായിട്ട് മാറി? കറസ്പോണ്ടിങ് റോ ആയിട്ട് മാറി. ദെർഫോർ കോളംസും എന്താണ് റോസും ജസ്റ്റ് ഇന്റർചേഞ്ച് ചെയ്താൽ ഏത് ഓർഡർ മെട്രിക്സ് ആണെങ്കിലും 2x2 ആണെങ്കിലും 3x2 ആണെങ്കിലും 3x3 ആണെങ്കിലും അതിന്റെ കറസ്പോണ്ടിങ് ട്രാൻസ്പോസ് നമുക്ക് കിട്ടും. ദെർഫോർ ജസ്റ്റ് എന്താണ് ഹൊറിസോണ്ടലി കിടക്കുന്ന എലമെന്റ്സിനെ വെർട്ടിക്കലായിട്ട് എഴുതിയാൽ മതി. അല്ലെങ്കിൽ വെർട്ടിക്കലി കിടക്കുന്ന എലമെന്റ്സിനെ എങ്ങനെ എഴുതിയാൽ മതി? ഹൊറിസോണ്ടൽ ആയിട്ട് എഴുതിയാൽ മതി. ആ പ്രോപ്പർട്ടി പറയുന്ന പേരാണെന്ത്? ട്രാൻസ്പോസ് ഓഫ് ദ മെട്രിക്സ്. അതിന് റെപ്രസെന്റ് ചെയ്യുന്നത് എ റേസ്റ്റ് പോലെ ടി കൊടുക്കും, അല്ലെങ്കിൽ എ ഡാഷ് എന്ന് കൊടുക്കും, അല്ലെങ്കിൽ എ റേസ് ടു ടി പോലെ സ്മോൾ ടി പോലെ കൊടുക്കും. ഇതിന്റെ എല്ലാം മീനിങ് എന്താണ്? ഒരു ഒറിജിനൽ മെട്രിക്സിന്റെ റോസും കോളംസും പരസ്പരം എന്ത് ചെയ്താൽ മതി? ഇന്റർചേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, അന്നേരം ഇൻ ജനറൽ നമുക്ക് പറയാം എ എന്ന് പറയുന്നൊരു മെട്രിക്സിന്റെ ഓർഡർ m/n ആണെങ്കിൽ
അതിന്റെ കറസ്പോണ്ടിങ് ട്രാൻസ്പോസിന്റെ ഓർഡർ എന്തായിരിക്കും? ട്രാൻസ്പോസിന്റെ ഓർഡർ n/m ആയിരിക്കും. എന്തായിരിക്കും? n/m ആയിരിക്കും. m/n അല്ലെങ്കിൽ നമ്പർ ഓഫ് റോസ് എന്തായിട്ട് മാറും? ട്രാൻസ്പോസിന്റെ നമ്പർ ഓഫ് കോളംസ് ആയിട്ട് മാറും. ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസ് എന്തായിട്ട് മാറും? രണ്ടാമത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസ് ആയിട്ട് മാറും. അത് ബേസ് ചെയ്തിട്ടും പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ഇയറിൽ. അന്നേരം ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന പോർഷൻ ആണ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. ഇതിനും കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട് ട്രാൻസ്പോസിന്. ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ഈവൻ നമ്പർ ഓഫ് ടൈംസ് ഫൈൻഡ് ചെയ്താൽ, റോസും കോളംസും 2 തവണ ചേഞ്ച് ചെയ്താലും നമുക്ക് എന്ത് തന്നെ കിട്ടും? സെയിം മെട്രിക്സ് തന്നെ കിട്ടും. 4 തവണ ചേഞ്ച് ചെയ്താലും സെയിം മെട്രിക്സ് തന്നെ കിട്ടും. therefore നമുക്ക് പറയാം ഇൻ ജനറൽ എനി മെട്രിക്സ് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എന്ത് തന്നെ ആയിരിക്കും? ഒറിജിനൽ മെട്രിക്സ് തന്നെ ആയിരിക്കും. ഓക്കെ, രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് ഒരു മെട്രിക്സിനെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സ്കാലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എക്സാമ്പിള് 1 2 3 4 എന്ന് പറഞ്ഞൊരു മെട്രിക്സ് എടുക്കുന്നു. ആ മെട്രിക്സിനെ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 2 കൊണ്ട് ഒരു മെട്രിക്സിനെ മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാല് അറിഞ്ഞിരിക്കുക, ഈ മെട്രിക്സിലെ ഓരോ എലമെന്റിനെയും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. therefore എലമെന്റ്സ് എന്തായിട്ട് മാറും? 2 4 6 8 ആയിട്ട് മാറും. ഓക്കെ, ഇനി ഞാൻ ഈ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കുന്നു. ഈ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കുന്നു. ഈക്വൽ ടു എന്തായിട്ട് മാറും? 2 മൾട്ടിപ്ലൈഡ് വിത്ത് 1 2 3 4 ആയിട്ട് മാറും. സോറി ട്രാൻസ്പോസ് ആണ്. 1 2 3 4ന്റെ ട്രാൻസ്പോസ് എന്തായിരിക്കും? 1 3 2 4 ആയിരിക്കും. വിച്ച് ഈസ് ഈക്വൽ ടു എന്തായിട്ട് മാറും? 2 6 4 8 ആയിട്ട് മാറും. ഒറിജിനൽ മെട്രിക്സ് ഇതായിരുന്നു. ആ ഒറിജിനൽ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ഡയറക്ട്ലി ഫൈൻഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2 6 4 8 കിട്ടും. therefore നമുക്ക് പറയാം ഒരു സ്കാലർ കൊണ്ട് അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് ഒരു മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ട്രാൻസ്പോസ് എടുക്കുന്നത്, ഒറിജിനൽ മെട്രിക്സിനെ ട്രാൻസ്പോസ് എടുത്തതിന് ശേഷം ആ സ്കാലർ അല്ലെങ്കിൽ ആ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. therefore ഈ പ്രോപ്പർട്ടി എന്താണ്? ഒരു ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സിന്റെ സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, സിമ്പിൾ പ്രോപ്പർട്ടിയാണ്. നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് സം ഓഫ് മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ഈക്വൽ ടു ഓരോ മെട്രിക്സിന്റെയും ട്രാൻസ്പോസിന്റെ സം ആയിരിക്കും. എത്ര മെട്രിക്സ് ഉണ്ടോ അത്രയും മെട്രിക്സിന്റെ സമ്മിന്റെ ട്രാൻസ്പോസും ഓരോ മെട്രിക്സിന്റെയും ട്രാൻസ്പോസിന്റെ സമ്മും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അത് ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും ലാസ്റ്റ് പ്രോപ്പർട്ടി വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2 മെട്രിക്സിനെ പ്രോഡക്റ്റ് ചെയ്തിട്ട് ട്രാൻസ്പോസ് എടുക്കുന്നു. 2 മെട്രിക്സിനെ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്തു, അതിനുശേഷം എന്തെടുക്കുന്നു? ട്രാൻസ്പോസ് എടുക്കുന്നു. അത് ഈക്വൽ ടു സെക്കൻഡ് മെട്രിക്സിന്റെ ട്രാൻസ്പോസ് മൾട്ടിപ്ലൈഡ് വിത്ത് എന്തായിരിക്കും? ഫസ്റ്റ് മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ആയിരിക്കും. therefore നമുക്ക് പറയാം ഇൻ ജനറൽ നമുക്ക് പറയാം ABCD എക്സെട്ര ഞാൻ ജസ്റ്റ് 4 മെട്രിക്സിന് എടുക്കുന്നു. അതിന്റെ ട്രാൻസ്പോസ് ഈക്വൽ ടു എന്തായിരിക്കും? ഫൈനൽ മെട്രിക്സിന് ബാക്കിലോട്ടായിരിക്കും മൾട്ടിപ്ലൈ ചെയ്യുന്നത്. മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഓരോ മെട്രിക്സിനും എന്ത് കാണും? സെപ്പറേറ്റ് ട്രാൻസ്പോസ് കാണും. ഇത് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ട്രാൻസ്പോസിന്റെ എന്താണ് ബേസിക് പ്രോപ്പർട്ടിയാണ് ഈ 4 ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇക്വാളിറ്റി ഓഫ് മെട്രിക്സ് ആണ്. ഇക്വാളിറ്റി ഓഫ് മെട്രിക്സ് എന്ന് പറയുന്നത് 2 സെയിം ഓർഡറിലുള്ള 2 മെട്രിക്സ് തന്നാല്, സെയിം ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളവും നമ്പർ ഓഫ് റോയും രണ്ടാമത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളവും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. സെയിം ഓർഡറിലുള്ള മെട്രിക്സിന് മാത്രമാണ് ഇക്വാളിറ്റി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. 2 മെട്രിക്സ് ഈക്വൽ അല്ലെങ്കിൽ 2 മെട്രിക്സ് എന്താണ് ഇക്വാളിറ്റി ഒബേ ചെയ്യുന്നു പറഞ്ഞാല് കറസ്പോണ്ടിങ് എലമെന്റ്സ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. കറസ്പോണ്ടിങ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം ഓർഡറിലുള്ള മെട്രിക്സില് സെയിം പൊസിഷനിൽ കിടക്കുന്ന എലമെന്റ്സ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. therefore നമുക്ക് പറയാം ഇങ്ങനെ ഒരു 2 മെട്രിക്സ് തന്നിട്ട് then if A equal to B എന്ന് ക്വസ്റ്റ്യൻ തരുന്നു, then what is the value of alpha and beta ചോദിച്ചാൽ നമുക്ക് എന്താ പറയാം? ആൽഫ ഈക്വൽ ടു 2 ആയിരിക്കും, മൈനസ് ബീറ്റ ഈക്വൽ ടു -4 ആയിരിക്കും. therefore ബീറ്റ ഈക്വൽ ടു എന്തായിരിക്കും? 4 ആയിരിക്കും. ഇവിടെ ആൽഫ ബീറ്റ എന്ന് തരാം, ഇവിടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തരാം, അല്ലെങ്കിൽ ഒരു പോളിനോമിയൽ തരാം, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ തരാം, എന്തോ ആയിക്കോട്ടെ.
ഈക്വാളിറ്റി ഓഫ് മെട്രിക്സ് അല്ലെങ്കിൽ രണ്ട് മെട്രിക്സ് ഈക്വൽ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് മെട്രിക്സിന്റെയും സെയിം എന്താണ് പൊസിഷനിൽ വരുന്ന എലമെന്റ്സ്, അല്ലെങ്കിൽ അതിനെ പറയും കറസ്പോണ്ടിങ് എലമെന്റ് എന്ന് പറയും. കറസ്പോണ്ടിങ് എലമെന്റ് ഓഫ് ഫസ്റ്റ് മെട്രിക്സ് ഈക്വൽ ടു എന്തായിരിക്കണം? കറസ്പോണ്ടിങ് എലമെന്റ് ഓഫ് സെക്കൻഡ് മെട്രിക്സ് ആയിരിക്കണം. അങ്ങനെ ആണെങ്കിൽ രണ്ട് മെട്രിക്സ് എന്തായിരിക്കും? ഈക്വൽ മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പ്രോപ്പർട്ടി ആണ് ട്രേസ് ഓഫ് ദ മെട്രിക്സ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറഞ്ഞായിരുന്നു സം ഓഫ് ഏഗൻ വാല്യൂസ് ഈക്വൽ ടു ട്രേസ് ഓഫ് സം ഓഫ് ഡയഗണൽ എലമെന്റ് എന്ന് പറഞ്ഞായിരുന്നു. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സം ഓഫ് ഏഗൻ വാല്യൂ ഈക്വൽ ടു സം ഓഫ് ഡയഗണൽ എലമെന്റ്സ് എന്ന് പറഞ്ഞു. ആ സം ഓഫ് ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുന്ന വേറൊരു പേരാണ് ട്രേസ് ഓഫ് ദ മെട്രിക്സ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു മെട്രിക്സിലെ ഡയഗണൽ എലമെന്റ്സ് ആഡ് ചെയ്താൽ, എക്സാമ്പിൾ ഓക്കെ, ഇങ്ങനെ ഒരു മെട്രിക്സ് തരുന്നു. ദെൻ ഫൈൻഡ് ദ ട്രേസ് ഓഫ് ദ മെട്രിക്സ് എന്ന് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ട്രേസ് ഓഫ് ദ മെട്രിക്സ് എന്തായിരിക്കും? 1 + 2 + -1 ആയിരിക്കും ആൻസർ. ഈക്വൽ ടു 2 ആയിരിക്കും. അന്നേരം ഒരു ട്രേസ് ഓഫ് ദ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലമെന്റ്സിനെ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. ഇത് മെയിൻ ഡയഗണൽ എലമെന്റ് ആണ്. ഇതിന് പറയും ഓഫ് ഡയഗണൽ എലമെന്റ് എന്ന് പറയും. എല്ലാ കേസിലും ഡയഗണൽ എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മെയിൻ ഡയഗണൽ എലമെന്റ്സ് ആയിരിക്കും. ഓക്കെ, ഇതും ഏത് മെട്രിക്സിന് മാത്രമായിരിക്കും ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? സ്ക്വയർ മെട്രിക്സിന് മാത്രമായിരിക്കും. ഇത്രയും പ്രോപ്പർട്ടീസ് ക്ലാസിഫിക്കേഷൻ ഓർത്തിരിക്കുക. ഫസ്റ്റ് പറഞ്ഞ ക്ലാസിഫിക്കേഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നുകൂടി പറയാം, ബാക്കി പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ട്.